ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ രൂപയും ചന്ദ്രസേനും കൂടി തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ചന്ദ്രസേനൻ ആ മുറ്റത്ത് കാല് വെക്കുമ്പോഴേക്കും പഴയ കുറച്ച് ഓർമ്മ വരിക കേട്ടോ. കാരണം രാഹുലിനെ പിടിച്ച് തള്ളിയതും രാഹുൽ പിടിച്ച് തള്ളിയായിരുന്നില്ലേ ചന്ദ്രസേന വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് ഇവിടുന്ന് കയറി പോരുത്, നീ ഇവിടുന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ചന്ദ്രസേനെ പിടിച്ച് വലിച്ചതും പുറത്തേക്ക് ഇട്ടതൊക്കെ ചന്ദ്രസേന ഒരു സെക്കൻഡ് ആലോചിച്ച് പോവാണ്. രൂപ ചോദിക്കണ്ടേ, എന്താ ചന്ദ്രേട്ട എന്താ ആലോചിക്കണം ചോദിക്കുമ്പോൾ, എല്ലടോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ മുറ്റത്തിട്ടല്ലേ അവൻ എന്നെ പിടിച്ച് തള്ളി ഉന്തിയിട്ടത് എന്ന് പറയുമ്പോൾ, അതൊക്കെ കഴിഞ്ഞില്ലേ ചന്ദ്രേട്ട, അതൊക്കെ കഴിഞ്ഞു, അവനിപ്പോൾ ജയിലിലുമായി എന്ന് പറയുമ്പോഴേക്കും ഒരു വ്യത്യാസമുണ്ടോ, ശരിയാ താൻ പറഞ്ഞത്, അതൊക്കെ കഴിഞ്ഞു, ഇപ്പം അവൻ ജയിലിലായി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, അവൻ ജയിലിലായത് അവൻ ചെയ്ത തെറ്റിനാണ് ജയിലിൽ പോയി കിടന്നത്. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് 10-25 വർഷം ഞാൻ മാറി നിന്നത്. എൻ്റെ 25 വർഷം വെറുതെ ആയില്ലേടോ, എൻ്റെ നല്ല പ്രായമൊക്കെ പോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ, എന്നാലും ഇപ്പോഴെങ്കിലും നമുക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല ചന്ദ്രേട്ട എന്ന് പറയുമ്പോൾ, അതെന്തുകൊണ്ട് സാധിച്ചു എന്ന് താൻ ആലോചിച്ചിട്ടുണ്ടോ? അതിനെല്ലാത്തിനും കാരണം നമ്മുടെ മക്കളും മരുമക്കളാണ്. അത് സോണി പോലും നമ്മുടെ കൂടെ തന്നെ നിന്നു, അതന്നെയാണ് വലിയ കാര്യം. അതുമാത്രമല്ല കല്യാണി മോള്, അവളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണക്കിലെടുക്കേണ്ടത്. കാരണം അവൾ കിരണിൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരില്ലായിരുന്നു. താൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, കിരണിൻ്റെ ജീവിതത്തിലേക്ക് കല്യാണി മോള് വന്നില്ലെങ്കിൽ താൻ സരയുവിനെ കൊണ്ട് കിരണിനെ വിവാഹം കഴിപ്പിച്ചാനെ, അവൻ്റെ ജീവിതം പോയാനെ. അതുമാത്രമല്ല നിങ്ങളെല്ലാവരും നരകതുല്യമായിട്ടുള്ള ജീവിതം അനുഭവിച്ചാനെ. കല്യാണി മോള് ഒരു ദൈവത്തെ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടത്. എനിക്ക് വീണ്ടും എൻ്റെ മക്കളെയും ഭാര്യനെയൊക്കെ അടുത്ത് കിട്ടിയത്. എല്ലാത്തിനും നന്ദി പറയേണ്ടത് കല്യാണി മോളോടാണ്. അത് പറഞ്ഞാൽ ശരിയാ. പിന്നെ ആ പ്രകാശൻ ഇപ്പം ആകെ മാറിയിട്ടുണ്ട്. ഇനി കല്യാണി മോളോട് പറയണം പ്രകാശിനെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കേണ്ടെന്ന്. അയാളും അയാളുടെ അമ്മേനെ പോലെ മാറിക്കഴിഞ്ഞു ചന്ദ്രേട്ട എന്ന് പറയുമ്പോൾ, അതേടോ അതെനിക്കും തോന്നി. പക്ഷേ വീട്ടിൽ കയറ്റിയുള്ള പരിചരണമൊന്നും വേണ്ട, നമുക്കൊന്ന് ഒരു ഗ്യാപ്പ് അങ്ങോട്ട് ഇതാക്കണമെന്ന് പറയാണ്. ശരിയാ, അതും തന്നെ കല്യാണി മോളോട് പ്രത്യേകം പറയണം എന്ന് രൂപയും പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഷാരിനെയാണ്. ഷാരി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സരയു വരുന്നുണ്ട്. നിങ്ങൾക്ക് വയസ്സാം കാലത്ത് ഒരു കൂട്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പോയത്. പിന്നെ എൻ്റെ അച്ഛനും കൂടിയിട്ടാണല്ലോ, നിങ്ങൾക്കില്ലാത്ത എനിക്കില്ലാത്തതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. കാരണം നിങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങളെ ചതിച്ച ഭർത്താവാണ് രാഹുൽ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ കൂടെ നിന്നിരുന്ന എൻ്റെ അച്ഛനാണ് രാഹുൽ. അതുകൊണ്ട് ഞാൻ ഇറക്കാൻ വേണ്ടി പരമാവധി നോക്കി. പക്ഷേ എല്ലാ കാര്യങ്ങളും കൊണ്ടിട്ടാണ് അവർ വന്നത്, എല്ലാ തെളിവുകളും കൊണ്ടിട്ടാണ് അവർ വന്നത്. അതുകൊണ്ടിട്ടാണ് എല്ലാം പ്ലാനുകളെല്ലാം തെറ്റിപ്പോയത് എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അറിഞ്ഞല്ലോ സംഭവങ്ങൾ, നിൻ്റെ അച്ഛൻ ജയിലിലായടി, ഇനി ഒരിക്കലും പുറത്ത് വരാൻ പോകുന്നില്ല. സരയു പറയുന്നുണ്ട്. ആര് പറഞ്ഞു പുറത്ത് വരില്ലെന്ന്? എൻ്റെ അച്ഛൻ പുറത്ത് വരും, എൻ്റെ അച്ഛൻ പരോളിലിറങ്ങി പുറത്ത് വരും. പരോളിലിറങ്ങാനോ? നിൻ്റെ അച്ഛനോ? ഒരിക്കലും ഇറങ്ങില്ല. ആ വിക്രമാദിത്യന് ഗംഗപ്രസാദം പരോളിലിറങ്ങിയാൽ പോലും നിൻ്റെ അച്ഛൻ പരോളിലിറങ്ങില്ലടി, അത് 100% ഉറപ്പാണ്. അത്രമാത്രമല്ല നിൻ്റെ അച്ഛൻ ദ്രോഹിച്ചേക്കണത്. എൻ്റെ അച്ഛനെ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. എടി നിൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി ജീവിച്ചു എന്ന് നീ പറയുന്നുണ്ട്. ശരി, നിൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി ജീവിച്ചു. പക്ഷെ നിനക്ക് വേണ്ടി ജീവിച്ച ഒരു അമ്മ കൂടിയുണ്ട്, പെറ്റമ്മ കൂടിയുണ്ട് നിനക്ക്. അതിനെക്കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, അതിനെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല, എനിക്ക് എൻ്റെ അച്ഛൻ മാത്രം മതി. പിന്നെ ഈ നിൽക്കുന്ന എന്നെ വളർത്തിയ ഈ സ്ത്രീയാണ് എൻ്റെ അമ്മ. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ നോക്കുമെന്ന് പറയുമ്പോൾ, സരയു നിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം, മാന്യ മര്യാദയ്ക്ക് ഇനി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ല നിൻ്റെ ഉദ്ദേശം ഇനി ഇതിൻ്റെ പുറകെ വന്ന് എന്നെയും കല്യാണി എൻ്റെ വീട്ടുകാരൊക്കെ ഉപദ്രവിക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ സരയു നീയും വൈകാതെ ജയിലിൽ പോയി കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാട്ടോ. സരയു പറയുന്നുണ്ട്, ഷാരടുത്ത് തൃപ്തിയായാലോ, സമാധാനമായാലോ, എല്ലാം നഷ്ടപ്പെട്ടു, നമ്മുടെ നല്ല ജീവിതമൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് സരയു അകത്ത് കയറി പോവാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണും കല്യാണിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ കല്യാണി രാവിലെ തന്നെ ഇങ്ങനെ റെഡിയായിട്ട് ഒരുങ്ങി ഇങ്ങനെ റെഡിയാവാണ്. ആ സമയത്ത് കിരൺ ചോദിക്കുന്നുണ്ട്, അല്ല കല്യാണി എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതോ അമ്പലം വരെ ഒന്ന് പോകുവാണ്, ചേച്ചിമാരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിരണേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും, അയാൾ മാറിയെന്ന് പറഞ്ഞത് സത്യം ഒരിക്കുമല്ലേ? ആര്? അല്ല അച്ഛൻ. ഓ, ഇപ്പം വിക്രത്തിൻ്റെ അച്ഛൻ എന്നൊക്കെ മാറി സ്വന്തം അച്ഛനെന്നായല്ലേ? അപ്പം കല്യാണി ചിരിക്കുന്നുണ്ടല്ല, എനിക്കും അങ്ങനെ തോന്നി തുടങ്ങി. അതെ, മാറിയെന്ന പോലെ എനിക്ക് തോന്നണത്. അത് അങ്ങനെയല്ലേ നമുക്കും തോന്നുന്നത്. ഇന്ന് അയാൾ ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എന്താവും എന്ന് കിരൺ ചോദിക്കുമ്പോൾ, അത് പറഞ്ഞാൽ ശരിയാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കല്യാണി പറയണ്ട, അപ്പോൾ അയാൾ മാറിയിട്ടുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ദീപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മക്കളെ, അയാളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട. കിരൺ മോൻ്റെ അച്ഛനും അമ്മേനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കിരൺ മോൻ്റെ അച്ഛനും അമ്മയടുത്തും അയാൾക്ക് വലിയ ദേഷ്യവും പകയൊന്നും ഇല്ല. അയാൾക്ക് ദേഷ്യം ഭാഗ്യക്കുള്ളത് അയാളെ പെമ്മക്കളോടും ഭാര്യമാർത്തും മാത്രമാണ്. അതുകൊണ്ട് അയാളെ സൂക്ഷിക്കണം. ഇനിയും പൂർണ്ണമായിട്ടും അയാളെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറയാണ്. എന്നാലും കിരൺ പറയണ്ട, എന്നാലും അമ്മേ അയാൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അത് പൂജാരിയും പറഞ്ഞു എൻ്റെ അടുത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന്. അത് മാത്രമല്ല അമ്പലത്തിൽ വരുമ്പോൾ പഴയ പോലെയൊന്നും അല്ല അയാളിപ്പോൾ. എന്തായാലും നമുക്ക് നോക്കാം, എന്നാൽ പെട്ടെന്നൊന്നും അടുപ്പിക്കേണ്ട എന്ന് ദീപയും പറയാണ്. ശേഷം കല്യാണി പറഞ്ഞു ശരി എന്ന് പറയാണ്. അപ്പോൾ കിരൺ പറയണ്ട, എന്തായാലും അയാൾക്ക് ഭാഗ്യമുണ്ട്, അയാളിപ്പോൾ പുറത്ത് കാത്തിരിക്കാൻ 5 പേരുണ്ട്. പിന്നെ ജയിലിൻ്റെ അകത്ത് ഒരു മോനോ, ആ
വിക്രമാദിത്യൻ. അപ്പോൾ 5 പെണ്ണുങ്ങൾ ആരൊക്കെയാ? അത് നീയും നിൻ്റെ ചേച്ചിമാരും 3 പേര്, പിന്നെ 2 ഭാര്യമാർ, മൊത്തം 5 പേര് എന്ന് പറയുമ്പോൾ കല്യാണി ചിരിക്കുകയാണ്. പിന്നെ വിക്രം എന്ന് പറഞ്ഞ മോൻ ഇറങ്ങുമ്പോഴാണ് അയാളുടെ സ്വഭാവം മാറുമില്ലെന്ന് നോക്കേണ്ടത്. പക്ഷെ മാറില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കിരൺ പറയുമ്പോൾ നമുക്ക് നോക്കാം കിരണേട്ടാ എന്ന് പറയാണ്. ശേഷം കാണിക്കുന്ന സരയൂനെയാണ്. സരയൂന് അങ്ങനെ ആ ഓഡിറ്റോറിയത്തിലെ പുള്ളി വിളിക്കുന്നുണ്ട്. സരയൂ റോഡരികിൽ പോയി നിൽക്കുകയാണ്. ആ പുള്ളി ഒരു പെൺഡ്രൈവ് കൊടുക്കുന്നുണ്ട്. ശേഷം സരയൂനോട് പറയുന്നുണ്ട്, ഈ പെൺഡ്രൈവിൽ മേഡം പറഞ്ഞ ആളുടെ കല്യാണ വീഡിയോ ഉണ്ട്. അത് മാത്രമല്ല മേഡം പറഞ്ഞ ആളെക്കുറിച്ച് ഞാൻ ശരിക്കും ആലോചിച്ചു. കല്യാണ വീഡിയോ കണ്ടപ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു. ഇയാളെ ഞാൻ പല പ്രാവശ്യം പല സമയത്തും പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് മേഡം എന്ന് പറയാണ്. പല പെണ്ണുങ്ങളുടെ കൂടെ. അല്ല മേഡത്തിന് ഇത് വളരെ പരിചയമുള്ള ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്ക് വളരെ ഉള്ള ഒരാളാണ്. മേഡത്തിൻ്റെ ആരാണ് മേഡം ഇതെന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോവുകയാണ്. ശേഷം സരയുനെ വീണ്ടും മറ്റേയാൾ വിളിക്കുന്നുണ്ട്. അതായത് ടെക്സ്റ്റൈൽസിലെ പുള്ളിയും കൂടി വിളിക്കുന്നുണ്ട്. ഹലോ മേഡം, ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്, മേഡം വരാമോ? വരാമെന്ന് പറഞ്ഞിട്ട് സരയു നേരെ ടെക്സ്റ്റൈൽസിലെ പുള്ളിയെ കാണാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ആ പുള്ളിയും പെൺഡ്രൈവ് കൊടുക്കുന്നുണ്ട്. മേഡം പറഞ്ഞ ആ പുള്ളിക്കാരനില്ലേ, അയാൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയായിട്ട് വന്നിരുന്നു. അതിൻ്റെ വീഡിയോ ക്ലിപ്സ് ഇതിലുണ്ട്. അത് മാത്രമല്ല അയാൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട് മേഡം. 2-3 പ്രാവശ്യം പല പെണ്ണുങ്ങളായിട്ട് അയാൾ വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം വഴക്കും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ക്ലിപ്സൊക്കെ എല്ലാം തന്നെ ഇതിലുണ്ട്. മേഡത്തിന് ഉപയോഗമാണെങ്കിൽ ഉപയോഗമാവട്ടെ വെച്ചിട്ട് ഞാൻ എല്ലാ വീഡിയോസ് ക്ലിപ്സും എടുത്തിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് എന്ന് പറയാണ്. അല്ല ഇതുകൊണ്ട് മേഡത്തിന് അതെ എനിക്കൊരുപാട് ഉപകാരമുണ്ട്. ഏറ്റവും വലിയ ഞാൻ ഈ ജീവിതകാലം മുഴുവൻ അന്വേഷിച്ച് നടന്ന ഒരു ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഇതിലുള്ളത്. എന്നാലും വളരെ നന്ദിയുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ അയാൾക്കും കൊടുക്കുകയാണ്. പിന്നെ ആ ഓഡിറ്റോറിയത്തിൽ പുള്ളിക്കും പൈസ കൊടുക്കുന്നുണ്ട് സരയു. ശേഷം നേരെ വീട്ടിലേക്ക് പോവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിയും കാർത്തികയും കാദംബരിയും കൂടി ചേർന്ന് അമ്പലത്തിലേക്ക് തൊഴാൻ പോവുകയാണ്. അപ്പോൾ 3 പേരും കൂടി അമ്പലത്തിൽ നിന്നിട്ട് ഇങ്ങനെ തൊഴാൻ പോകുന്ന സമയത്ത് അത് പ്രകാശിനെ കാണുന്ന ഒരു ഉദ്ദേശത്തിലാണ് ഇവർ പോണത്. അപ്പോൾ കല്യാണിയും കാദംബരി കാർത്തികയും കൂടി പൂജാരിയുടെ കയ്യിൽ തീർത്തൊക്കെ മേടിക്കുന്ന സമയത്ത് പൂജാരി പറയേണ്ട അതെ 3 പേരുടെ പേരിലും രാവിലെ തന്നെ ഒരാൾ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തായിരുന്നു. അതാരാ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ വേറെ ആരാ, നിങ്ങളുടെയൊക്കെ അച്ഛൻ എന്ന് പറയാണ്. അപ്പം കല്യാണി ചിരിക്കാട്ടോ. കല്യാണിക്ക് സന്തോഷം വരുന്നുണ്ട്. അയാൾ മാറി മോളെ എന്ന് പൂജാരി പറയുമ്പോഴേക്കും കല്യാണി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ കാദംബരിക്കും കാർത്തികക്കും വലിയ സന്തോഷമൊന്നുമില്ല. അവർ മാറി നിന്ന് കല്യാണി അടുത്ത് പറയുന്നുണ്ട്, മോളെ പൂജാരിയെ പറഞ്ഞതൊന്നും മോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. അയാളുടെ സ്വഭാവം മോൾക്ക് അറിയാലോ, അയാളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. ചിലപ്പോൾ ജയിലിൽ കിടക്കുന്ന മോൻ പറഞ്ഞു കാണും എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ വിശ്വാസം നേടിപ്പറ്റി വീട്ടിലേക്ക് കയറാനായിട്ട്. അവൻ പരോളിലിറങ്ങുമെന്നാണല്ലോ അറിഞ്ഞത്. അവൻ പരോളിലിറങ്ങുകയാണെങ്കിൽ അയാളുടെ കൂടെ കൂടിയിട്ട് നമ്മളെല്ലാവരും ഇല്ലാതാക്കാൻ വേണ്ട അയാളുടെ പുതിയ ഉദ്ദേശം. എനിക്ക് അങ്ങനെ മോളെ തോന്നണത്. പക്ഷെ എനിക്കല്ല അങ്ങനെയല്ല ചേച്ചി തോന്നണത്. നമ്മുടെ അച്ഛൻ ശരിക്കും മാറി ചേച്ചി. നമ്മുടെ അച്ഛനോ? നീ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയോ? അത് നമ്മുടെ അച്ഛനല്ലേ ചേച്ചി, അയാൾ മാറി ചേച്ചി. എനിക്ക് അങ്ങനെയാണ് തോന്നണത്. ചെറുപ്പകാലം തൊട്ടേ എനിക്ക് സ്നേഹമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ മാറുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം പോലെ. മോളെ ഇത് തന്നെയാണ് നിൻ്റെ കുഴപ്പം. ആരെങ്കിലും കുറച്ച് സ്നേഹം കാണിച്ചാൽ നീ അപ്പം അവിടെ മലർന്നടിച്ച് വീഴും. നീ ഒരിക്കലും അങ്ങനെ വീഴരുത് മോളെ. അയാളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് മാത്രം നീ അയാളുടെ കൂടെ കൂടണ കാര്യം ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് അയാൾ ഒരു വിക്രമിൻ്റെ അച്ഛൻ മാത്രമാണ്. പിന്നെ വിക്രമിന് ഉടനെ പരോള് കിട്ടുമെന്നാണ് പറഞ്ഞറിഞ്ഞത്. അങ്ങനെയെങ്കിൽ അവൻ ഉടനെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇയാളുടെ സ്വഭാവം മാറില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മോൾ ഇപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ടും അയാളെ വിശ്വസിക്കേണ്ട എന്ന് കാർത്തിക പറയാണ്. അങ്ങനെ കാർത്തികയും കല്യാണിയും കാദംബരിയും കൂടി പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടേക്ക് പ്രകാശം വരും കേട്ടോ. പ്രകാശൻ ഇങ്ങനെ ഊന്നുവടി വെച്ചിട്ട് ഇങ്ങനെ ഉന്തി ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് തിരിയുമ്പോഴാണ് ഇവരെ കാണുന്നത് കേട്ടോ. ഇവരെ കാണുമ്പോൾ പ്രകാശന് ഭയങ്കര സന്തോഷമാണ്. തൻ്റെ 3 പെൺമക്കളെ ഒരുമിച്ച് കണ്ട സന്തോഷത്തെ പ്രകാശൻ അടുത്തേക്ക് വരുന്ന ഭാഗത്തോടെയാണോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.